പെരുമൺ പെഴുന്തുരുത്ത് പാലത്തിന്റെ പണി പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കരാർ കമ്പനി 2 വർഷത്തെ സമയമാണ് കരാർ കമ്പനി നിർമ്മാണ നിർവഹണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡിനോട് ആവശ്യപ്പെട്ടത്. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ നാട്ടുകാർ ഏറെ ബുദ്ധിമുട്ടിലാണ്. 2020 ഡിസംബറിലാണ് പെരുമൺ പേഴുന്തുരുത്ത് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 24 പൈലുകൾ പൂർത്തിയായെങ്കിലും മധ്യഭാഗത്തെ 3 സ്പാനുകളുടെ നിർമ്മാണം അവശേഷിക്കുകയാണ്. ഓരോ വശത്തെയും 12 പൈലുകളെ ബന്ധിപ്പിച്ചുള്ള പൈൽ ക്യാപ്പുകളുടെ കോൺക്രീറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. പൈൽ ക്യാപ്പുകൾക്ക് മുകളിൽ പൈലോണുകൾ നിർമ്മിക്കും. ഈ പൈലോണുകളാണ് ഇനി നിർമ്മിക്കാനുള്ള 3 സ്പാനുകളെ തൂക്കി നിർത്തുന്നത്. പൈലുകളുടെ നിർമ്മാണത്തിനും ഇവയിൽ സ്പാനുകൾ ഘടിപ്പിക്കാനും ഏറെ സമയം വേണ്ടിവരുമെന്നാണ് കരാർ കമ്പനി നിർമ്മാണ നിർവഹണ ചുമതലയുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിന് നൽകിയിരിക്കുന്ന വിശദീകരണം. നിർമ്മാണം പൂർത്തിയാക്കാൻ 2.5 വർഷം കൂടി കരാർ കമ്പനി ആവശ്യപ്പെട്ടതോടെ അടുത്ത കാലത്തൊന്നും പാലം കടക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. മൺട്രോത്തുരുത്തിലേക്കുള്ള ജങ്കർ സർവീസ് നിർത്തിയതോടുകൂടി മൺട്രോത്തുരുത്തുകാർക്ക് 25 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയൂ. നീണ്ടുപോയെന്ന് ഇപ്പോൾ ഈ പണി എവിടെ ആയിരുന്നെങ്കിൽ ഈ പണി ഇപ്പം തീർന്നു പോയേനെ. പക്ഷേ അത് റീടെൻഡറും മറ്റുള്ള ഈ ഡിസൈൻ വർക്കും വന്നതിൻ്റെ പേരിൽ അത് താമസം വരാൻ ബുദ്ധിമുട്ടാണ്. നടന്നു പോകാനും ഒക്കെ വരാൻ. പാലം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പാടില്ല, അപ്പുറത്തൊക്കെ പോകണമെങ്കിലും ഒക്കെ. നിർമ്മാണത്തിന് 2.5 വർഷം നൽകിയില്ലെങ്കിലും താൽക്കാലികമായി 1 വർഷത്തേക്ക് കരാർ നീട്ടിയേക്കുമെന്നാണ് വിവരം. ഇതിനുശേഷം കരാർ കമ്പനിയിൽ നിന്ന് പിഴ ഈടാക്കാനും സാധ്യതയുണ്ട്. മധ്യഭാഗത്തെ 3 സ്പാനുകളുടെ ഡിസൈനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് നിർമ്മാണം പ്രതിസന്ധിയിലായത്. 2 വർഷത്തോളം സ്തംഭിച്ചു കിടന്ന നിർമ്മാണം 1.5 മാസം മുമ്പ് പുനരാരംഭിച്ചെങ്കിലും ഇപ്പോഴും ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അരുൺ രാജ്, 24 കൊല്ലം.